വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് നമ്മുടെ വീഡിയോയിൽ കാണാൻ പോകുന്നത് ഡ്രൈ ഷാംപൂസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ എന്താണ് ഡ്രൈ ഷാംപൂ, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഇന്ന് ഈ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാൻ പോകുന്നത്. സോ വിതൗട്ട് ഗെറ്റിംഗ് ഫർദർ ഡിലേ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഡ്രൈ ഷാംപൂ എന്താണെന്ന് നമുക്ക് നോക്കാം. ഷാംപൂ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, നമ്മുടെ സ്കാൽപ്പ് ക്ലെൻസ് ചെയ്യാനുള്ള ഒരു ഐറ്റം ആണെന്നുള്ളത്. ഓഫ് കോഴ്സ് നമ്മുടെ സ്കാൽപ്പിലുള്ള എക്സസ് ഡേർട്ട് ആൻഡ് ഓയിലിനെ അബ്സോർബ് ചെയ്തെടുക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഈ ഡ്രൈ ഷാംപൂ എന്ന് പറയുന്നത്. പക്ഷേ സാധാരണ ഒരു ഷാംപൂ ആയിട്ടുള്ള ഇതിന്റെ വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നോർമൽ ഷാംപൂ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഹെയർ വാഷ് ചെയ്യാറുണ്ട്. ബട്ട് ഡ്രൈ ഷാംപൂ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഹെയർ വാഷ് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും അല്ലേ, എങ്ങനെയാണ് ഹെയർ വാഷ് ചെയ്യാതെ നമ്മുടെ സ്കാൽപ്പിലുള്ള ഈ ഒരു ഡേർട്ട് ഓയിലൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ അതാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് ഈ ഒരു പ്രോഡക്റ്റ് എങ്ങനെയാണ് നമ്മുടെ ഹെയറിൽ അല്ലെങ്കിൽ നമ്മുടെ സ്കാൽപ്പിൽ വർക്ക് ചെയ്യുന്നതെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ ഒരു ഡ്രൈ ഷാംപൂസ് നമ്മൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിൽ മെയിനായിട്ട് ആഡ് ചെയ്തിരിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് സ്റ്റാർച്ച് അല്ലെങ്കിൽ ആൽക്കഹോൾ ആണ്. അതുപോലെ ഈ ഒരു ഡ്രൈ ഷാംപൂസ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് സ്പ്രേ ബോട്ടിലാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ സ്കാൽപ്പിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ സ്കാൽപ്പിലേക്ക് സ്പ്രേ ചെയ്യുന്ന ടൈമിൽ ഇത് വന്നിട്ട് നമ്മുടെ, അതായത് ഇതിലുള്ള സ്റ്റാർച്ച് അല്ലെങ്കിൽ ആൽക്കഹോൾ വന്നിട്ട് നമ്മുടെ ഈ ഒരു സ്കാൽപ്പിലെ ഡേർട്ട് ആൻഡ് ഓയിലിനെ അബ്സോർബ് ചെയ്തെടുക്കുക, അതായത് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ ഫേസിലൊക്കെ ഓയിലുണ്ടെങ്കിൽ നമ്മളൊരു കോമ്പാക്ട് പൗഡർ അല്ലെങ്കിൽ ട്രാൻസ്ലൂസൻറ്റ് പൗഡർ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അതിനെ ഫുള്ളായിട്ട് ഇത് അബ്സോർബ് ചെയ്ത് നമ്മുടെ ഫേസിനെ ഒരു മാറ്റ് ഫിനിഷ് ആക്കുമല്ലോ. അതുപോലെ നമ്മുടെ സ്കാൽപ്പിലുള്ള ആ ഒരു ഓയിൽനെസ് അല്ലെങ്കിൽ ഗ്രീസിനെസ് ഒക്കെ ഇതങ്ങ് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഹെയറിന് അല്ലെങ്കിൽ നമ്മുടെ സ്കാൽപ്പിന് നല്ലൊരു ഫ്രഷ് ലുക്ക് വരികയും ചെയ്യും. പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇത് ടോട്ടലായിട്ട് നമ്മുടെ സ്കാൽപ്പിനെ ക്ലെൻസ് ചെയ്യുകയല്ല ചെയ്യുന്നത്. ജസ്റ്റ് ഒരു ഫ്രഷ് ലുക്ക് അല്ലെങ്കിൽ ഒരു ഫ്രഷ് അപ്പിയറൻസ് കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഒരിക്കലും നമ്മുടെ സ്കാൽപ്പിൽ നിന്ന് ആ ഒരു ഡേർട്ട് അല്ലെങ്കിൽ ആ ഒരു ഓയിൽ ഫുള്ളായിട്ട് റിമൂവ് ആയി പോവുകയല്ല ചെയ്യുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഇതിനെ നമ്മൾ നോർമൽ ഷാംപൂ വാഷിങ്ങുമായിട്ട് കമ്പയർ ചെയ്യരുത്. ജസ്റ്റ് ഒരു ഫ്രഷ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഒരു ഹെയർ വാഷ് ഡേ അല്ല, നമ്മളൊരു ഹെയർ വാഷ് കഴിഞ്ഞ ഒരു സെക്കൻഡ് ഓർ തേർഡ് ഡേ ഒക്കെ നമ്മുടെ സ്കാൽപ്പിൽ ഓട്ടോമാറ്റിക്കലി നാച്ചുറലി ഗ്രീസി ആവാൻ ചാൻസസ് ഉണ്ട്. കാരണം സീബം പ്രൊഡക്ഷൻ നടക്കും. അപ്പോൾ നമുക്ക് എന്താ പറയുക, പെട്ടെന്ന് നമുക്കൊരു എമർജൻസി ആയിട്ട് പുറത്ത് പോകണം, നമുക്ക് ഹെയർ വാഷ് ചെയ്ത് ഡ്രൈ ചെയ്യാനൊന്നും ടൈം ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിലാണ് ഈ ഒരു ഡ്രൈ ഷാംപൂ നമുക്ക് റെസ്ക്യൂവിന് വരുന്നത്. നമ്മൾ ജസ്റ്റ് അതെടുത്ത് നമ്മുടെ ഹോൾ സ്കാൽപ്പിലേക്ക് ഒന്ന് സ്പ്രേ ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് എല്ലായിടത്തേക്കും സ്കാൽപ്പിൽ എല്ലായിടത്തേക്കും പ്രോഡക്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമ്മുടെ ആ സ്കാൽപ്പിലെ ഒരു ഗ്രീസ്നെസ് ഒക്കെ മാറി നല്ലൊരു ഫ്രഷ് ലുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള എമർജൻസി ടൈമിൽ മാത്രമാണ് ഇത് യൂസ് ചെയ്യേണ്ടത്. എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞല്ലോ. ജസ്റ്റ് ഹോൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുക, ഫിംഗേഴ്സ് കൊണ്ട് ജസ്റ്റ് ഒന്ന് എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ സ്കാൽപ്പിൽ മാത്രം അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഹെയർ ലെങ്സിലേക്ക് ഒരിക്കലും ഡ്രൈ ഷാംപൂ നമ്മൾ അപ്ലൈ ചെയ്യരുത്. ഒൺലി ഫോർ സ്കാൽപ്പാണ് ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരിക്കലും നമ്മുടെ നോർമൽ ഹെയർ ഷാംപൂവിന് ഒരു ആൾട്ടർനേറ്റീവായിട്ട് നമ്മൾ ഈ ഒരു ഡ്രൈ ഷാംപൂ യൂസ് ചെയ്യരുത്. അതായത് ഒരിക്കലും റെഗുലറായിട്ട് നമ്മൾ ഈ ഒരു ഡ്രൈ ഷാംപൂ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. അത് എന്തുകൊണ്ടാണ് റെഗുലർലി യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് വെച്ചാൽ, നമ്മൾ ഈ ഒരു സ്പ്രേ നമ്മുടെ ഹെയറിലേക്ക് അല്ലെങ്കിൽ സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഇത് അവിടെ പോയിട്ട് ഒരു കൈൻഡ് ഓഫ് കോട്ടിങ് പോലെയാണ് അവിടെ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുക, ഒബ്വിയസ്ലി നമ്മുടെ സ്കാൽപ്പിൽ ബിൽഡപ്പ് ഉണ്ടാവും, പ്രോഡക്റ്റ് ബിൽഡപ്പ് ഉണ്ടാവും. അതിനോടൊപ്പം തന്നെ ആ ഒരു ഡേർട്ട് ആൻഡ് ഓയിലും അവിടെ തന്നെയാണുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെ ഈ ഒരു പ്രോഡക്റ്റ് ബിൽഡപ്പും കൂടി ആകുമ്പോൾ എന്താ പറയുക, നമ്മൾ റെഗുലർലി ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കാൽപ്പിൽ ഒരുപാട് ഡാമേജസ് വരും. നമ്മുടെ ഹെയർ ഫോൾ ഉണ്ടാവും, ഹെയറിന് പല ഡാമേജസ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യരുത്. ഓൺലി ഇൻ കേസ് ഓഫ് എമർജൻസീസിൽ മാത്രം നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരിക്കൽ ഡ്രൈ ഷാംപൂ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ഹെയറിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ സ്കാൽപ്പിൽ നിന്ന് നോർമൽ ഒരു ഷാംപൂ വാഷ് ചെയ്ത് അതിനെ റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അതായത് നമ്മളിപ്പോൾ ഒരു പെട്ടെന്നൊരു ഫംഗ്ഷന് പോകുകയാണ് അല്ലെങ്കിൽ പെട്ടെന്ന് പുറത്ത് പോകുമ്പോൾ നമ്മൾ എമർജൻസിക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഡ്രൈ ഷാംപൂ യൂസ് ചെയ്തു. ബട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് എപ്പോഴാണ് വരുന്നത്, ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ അതിനെ കഴിവതും എത്രയും പെട്ടെന്ന് നിങ്ങളെ കൊണ്ട് കഴിയുന്നു അത്രയും പെട്ടെന്ന് തന്നെ ഇതിനെ നമ്മൾ വാഷ് ചെയ്ത് കളയാനായിട്ട് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഈ പ്രോഡക്റ്റ് അവിടെ നമ്മൾക്ക് ബിൽഡപ്പ് ഉണ്ടായിട്ട് വളരെയധികം ഹെയർ ഡാമേജസ് ഉണ്ടാവും. സോ ആസ് സൂൺ ആസ് പോസിബിൾ അതിനെ വാഷ് ചെയ്ത് കളയാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഡ്രൈ ഷാംപൂവിനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത്. അതായത് എന്താണ് ഡ്രൈ ഷാംപൂ എന്നുള്ളത്, അത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്, അത് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് അറിവുണ്ടാവും. ബട്ട് ഇത് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള ഡൗട്ട് കൊണ്ട് പലരും യൂസ് ചെയ്യാതിരിക്കുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഹെൽപ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണിത്. ഇത്രയുള്ള ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.